നിത്യജീവിതത്തിൽ നമ്മെ ഏറെ സഹായിക്കുന്ന ഊർജ്ജരൂപമാണ് വൈദ്യുതി. വൈദ്യുതിയില്ലാത്ത ഒരു അവസ്ഥ ആധുനിക സമൂഹത്തിന് സങ്കല്പിക്കുവാൻ പോലും സാധിക്കുകയില്ല. അത്രമേൽ വൈദ്യുതോർജ്ജം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും സ്വാധീനിച്ചിരിക്കുന്നു. അടുക്കളയിലെ മിക്സി പ്രവർത്തിപ്പിക്കുവാനും, ബൾബുകൾ പ്രകാശിപ്പിക്കുവാനും, തീവണ്ടി ഓടിക്കുവാനും, മെഷീനുകൾ പ്രവർത്തിപ്പിക്കുവാനും വരെ വൈദ്യുതി ഉപയോഗിക്കുന്നു. നമ്മുടെ നാടിന്റെ ഗ്രാമാന്തരങ്ങളിൽ പോലും വിവിധതരം താങ്ങുകളിലൂടെ നെടുകയും കുറുകയും കടന്നുപോകുന്ന ഈ ഊർജ്ജവാഹികളായ ലൈനുകൾ ഒരു തരത്തിൽ മാനവരാശിയുടെ പുരോഗതിയുടെ അടയാളങ്ങളാണെന്നു തന്നെ പറയാം. വൈദ്യുതി എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസുകളിൽ പഠിച്ചത് ഓർമ്മിക്കുന്നില്ലേ? ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലേ? ഈ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ ഊർജം എവിടെ നിന്നുമാണ് ലഭിക്കുന്നത്? വീടുകളിലും കടകളിലും മറ്റും പല വലിപ്പത്തിലുള്ള ജനറേറ്ററുകൾ നിങ്ങൾ കാണാറുണ്ട്, അല്ലേ? സിനിമാശാലകളിലും കൺവെൻഷൻ സെന്ററുകളിലും മറ്റും കുറെ കൂടി വലിയ ജനറേറ്ററുകളാണ് സ്ഥാപിക്കുക. എന്നാൽ ഇവയെ പവർ സ്റ്റേഷനുകൾ എന്ന് പറയാറില്ല. വ്യാവസായിക ആവശ്യങ്ങൾക്കായി വളരെ ഉയർന്ന തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനാവശ്യമായ യാന്ത്രികോർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നറിയാമോ? ഊർജം നൽകുന്ന സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ പവർ സ്റ്റേഷനുകളെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ തുടങ്ങിയവയായി തരംതിരിക്കാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇത് നോക്കൂ. ഇത് കേരളത്തിന്റെ അഭിമാനമായ ഇടുക്കി അണക്കെട്ടാണ്. വലിപ്പത്തിന്റെ കാര്യത്തിൽ ഏഷ്യയിലെ തന്നെ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന ആർച്ച് ഡാമാണ് ഇടുക്കി. ഇങ്ങനെ ഉയരത്തിൽ കെട്ടിനിർത്തിയിരിക്കുന്ന വെള്ളം താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തരം പവർ സ്റ്റേഷനുകളെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ ധാരാളം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളുണ്ട്. ഇവിടെ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് കാണണ്ടേ? ഡാമുകളിൽ ഉയർന്ന മർദ്ദത്തിൽ കെട്ടിനിർത്തുന്ന വെള്ളത്തെ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന ബലിഷ്ഠമായ കുഴലുകളിൽ കൂടി താഴേക്കൊഴുക്കും. അതിശക്തമായ മർദ്ദത്തിൽ വരുന്ന ഈ വെള്ളത്തെ നിയന്ത്രിക്കുവാൻ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വാൽവുകളും മറ്റ് സങ്കീർണമായ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ കുതിച്ചെത്തുന്ന ജലത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഇലച്ചക്രം പോലെയുള്ള വലിയ ടർബൈനുകൾ കറക്കുന്നു. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? തടഞ്ഞു നിർത്തിയ ജലത്തിന്റെ സ്ഥിതികോർജം ഗതികോർജമായി മാറുന്നു. തുടർന്ന് ഗതികോർജം യാന്ത്രികോർജമായി മാറുന്നു. കറങ്ങുന്ന ടർബൈൻ വൈദ്യുത ജനറേറ്ററുകളോടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ജനറേറ്ററുകളാണ് ഉയർന്ന ശേഷിയുള്ള AC ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ അതിസങ്കീർണമായ യന്ത്ര സംവിധാനങ്ങളും മറ്റും ഉണ്ടായിരിക്കും. നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷനുകൾ മിക്കവയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായി ഇടുക്കി പോലെയുള്ള ചില ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കാറുണ്ട്. അടുത്ത വെക്കേഷന് അത്തരമൊരു ജലവൈദ്യുത പദ്ധതി സൈറ്റ് സന്ദർശിക്കുന്നു. തീർച്ചയായും അത് നിങ്ങൾക്ക് ഒരു അപൂർവ അനുഭവമായിരിക്കും. തെർമൽ പവർ സ്റ്റേഷൻ. ഇവിടെ കൽക്കരി, നാഫ്ത എന്നിങ്ങനെയുള്ള ഇന്ധനങ്ങൾ കത്തിച്ച് വെള്ളം തിളപ്പിച്ച് ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റും. ഈ നീരാവിയുടെ ശക്തിയിലാണ് ടർബൈൻ കറങ്ങുന്നത്.
ഈ പ്രവർത്തനത്തിന് ഉയർന്ന താപോർജ്ജം ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് നെയ്വേലി, കായംകുളം, രാമഗുണ്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ തെർമൽ പവർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം നോക്കൂ. ഇന്ധനങ്ങളുടെ രാസോർജ്ജം താപോർജ്ജമായി മാറും. പിന്നീടത് യാന്ത്രികോർജ്ജവും വൈദ്യുതോർജ്ജവുമായി പരിണമിക്കുന്നു. പരിസ്ഥിതി മലിനീകരണമാണ് താപവൈദ്യുത നിലയങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ മൂന്നാമത്തെ ഇനം വൈദ്യുതി ഉൽപാദന നിലയമാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഇവയിൽ ന്യൂക്ലിയർ ഊർജ്ജമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. നിയന്ത്രിതമായി നടത്തുന്ന അണുവിഘടന ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന ഉയർന്ന ചൂടിൽ ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റും. തുടർന്നുള്ള പ്രവർത്തനം താപവൈദ്യുതി നിലയത്തിന് സമാനമാണ്. നീരാവിയുടെ ശക്തിയിൽ കറങ്ങുന്ന ടർബൈൻ ജനറേറ്ററിനെ കറക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ താരാപൂർ, കൽപ്പാക്കം, കൂടംകുളം തുടങ്ങിയ ഇടങ്ങളിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയിൽ ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമായും തുടർന്ന് യാന്ത്രികോർജ്ജമായും വൈദ്യുതോർജ്ജമായും മാറുകയാണ് ചെയ്യുന്നത്. അതീവ സുരക്ഷ ആവശ്യമുള്ള ഇടമാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളിൽ നിന്നും ചാലക കമ്പികളിലൂടെ വിദൂര സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പ്രക്രിയയാണ് പവർ പ്രേഷണം എന്ന് പറയുന്നത്. ഇങ്ങനെ വൈദ്യുതി കടത്തിവിടുന്ന കമ്പികളാണ് പ്രേഷണ ലൈനുകൾ. വളരെ ഉയരമുള്ള ടവറുകളിലൂടെ അനേകം ചാലക കമ്പികൾ ഉപയോഗിച്ച് വൈദ്യുതി പ്രേഷണം നടത്തുന്നു. മലകളും നദികളും പാടങ്ങളും ഒക്കെ താണ്ടി നീണ്ടു പോകുന്ന പ്രേഷണ ലൈനുകൾ നോക്കൂ. പവർ പ്രേഷണത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടം വോൾട്ടത ഉയർത്തലാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? നമുക്ക് നോക്കാം. വിദൂര സ്ഥലങ്ങളിലേക്ക് ചാലക കമ്പികളിലൂടെ വൈദ്യുതി പ്രേഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളാണ് വോൾട്ടേജ് താഴ്ചയും പവർ നഷ്ടവും. ഇതിനു കാരണം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. വൈദ്യുതി ഒരു ചാലക കമ്പിയിലൂടെ ഒഴുകുമ്പോൾ താപത്തിന്റെ രൂപത്തിൽ ഊർജത്തിന്റെ ഒരു ഭാഗം നഷ്ടമാകുന്നു, അല്ലേ? അപ്പോൾ വളരെയധികം ദൂരത്തേക്ക് വൈദ്യുതി പ്രേഷണ ലൈനുകൾ നീളുമ്പോൾ ഊർജ നഷ്ടവും വളരെ കൂടും. ഇത് പരമാവധി കുറയ്ക്കാൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, പ്രതിരോധം കുറയ്ക്കുക. ചാലക കമ്പിയുടെ വണ്ണം കൂട്ടി പ്രതിരോധം കുറയ്ക്കാവുന്നതാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേഷണ ലൈനുകളിൽ ഇതൊരു പരിധിക്കപ്പുറം പ്രായോഗികമല്ല. കമ്പികളുടെ വണ്ണം കൂടുന്തോറും ഭാരവും കൂടും. അപ്പോൾ അവയെ താങ്ങി നിർത്താനുള്ള പ്രയാസം, ചിലവ്, സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ തടസ്സങ്ങളാണ്. ഊർജ്ജനഷ്ടം കുറയ്ക്കുവാനുള്ള രണ്ടാമത്തെ മാർഗമാണ് വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ കറണ്ട് കുറയ്ക്കുക എന്നത്. പവർ P സമം V ഗുണം I എന്ന സമവാക്യം നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ I സമം P ഭാഗം V ആണല്ലോ. ശരി, വോൾട്ടേജ് അതായത് V 10 മടങ്ങ് വർദ്ധിച്ചാൽ കറണ്ടിന്റെ അളവ് Iക്ക് എന്ത് സംഭവിക്കും? അക്കങ്ങൾ കൊടുത്ത് സ്വയം ചെയ്തു നോക്കൂ. ഉദാഹരണത്തിന് P സമം 1000, V സമം 100 എന്നിരിക്കട്ടെ. എങ്കിൽ I സമം 1000 ഭാഗം 100 സമം 10A. ഇനി V സമം 100 ഗുണം 10 സമം 1000 ആക്കിയാലോ? അപ്പോൾ I സമം 1000 ഭാഗം 1000 സമം 1A. അതായത് വോൾട്ടേജ് 10 മടങ്ങായി ഉയർത്തിയാൽ കറണ്ടിന്റെ അളവ് 10-1 കുറയും. ജൂൾ നിയമം അനുസരിച്ച് കറണ്ടിന്റെ അളവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവും തമ്മിലുള്ള ബന്ധം H സമം I² RT ആണല്ലോ. ഇവിടെ കറണ്ട് ഐയുടെ അളവ് 10-1 കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്ര അളവ് കുറയും? നൂറിലൊന്ന് എന്ന തോതിൽ, അല്ലേ? അപ്പോൾ വൈദ്യുതി പ്രേഷണത്തിൽ
ഊർജം താപരൂപത്തിൽ നഷ്ടപ്പെടുന്നത് പരമാവധി കുറയ്ക്കാൻ ഉയർന്ന വോൾട്ടേജിൽ കടത്തിവിടുന്നത് മൂലം സാധിക്കും. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11 kVയിലാണ്. ഒന്നാം ഘട്ടത്തിൽ ഇതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 220 kVയിലേക്ക് ഉയർത്തുന്നു. ഈ ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതിയാണ് വലിയ ടവറുകളിലൂടെ കടത്തിവിടുന്നത്. രണ്ടാം ഘട്ടം 220 kV വൈദ്യുതിയുടെ വോൾട്ടത താഴ്ത്തുന്നതാണ്. ഈ രണ്ടാം ഘട്ട സബ്സ്റ്റേഷനിൽ വച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ച് വോൾട്ടത 110 kV, 66 kV, 33 kV, 11 kV എന്നിങ്ങനെ താഴ്ത്തും. വൻകിട വ്യവസായശാലകൾക്ക് വൈദ്യുതി നൽകുന്നത് ഈ സബ്സ്റ്റേഷനിൽ നിന്നാണ്. അടുത്ത ഘട്ടം സബ്സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും 110 kVയിൽ വൈദ്യുതി നൽകുന്നു. മൂന്നാം ഘട്ട സബ്സ്റ്റേഷനിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ച് വോൾട്ടത 11 kVയിലേക്ക് താഴ്ത്തും. ഇവിടെ നിന്നും ചെറുകിട വ്യവസായശാലകൾക്കും മറ്റും വൈദ്യുതി നൽകുന്നത് 11 kVയിലാണ്. നമ്മുടെ വീടുകളിലെ ആവശ്യത്തിന് എത്ര വോൾട്ടേജിലുള്ള വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്? 230 വോൾട്ട് അല്ലേ? നാലാം ഘട്ടത്തിൽ വിതരണ ട്രാൻസ്ഫോമറുകളിലേക്ക് എത്തുന്ന 11 kV വൈദ്യുതിയെ 230 വോൾട്ടിലേക്ക് താഴ്ത്തുന്നതും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളാണ്. അപ്പോൾ പവർ പ്രേഷണത്തിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകളും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളും ഉപയോഗിക്കുന്നത് ഏതെല്ലാം ഘട്ടങ്ങളിലാണെന്ന് മനസ്സിലായില്ലേ? പവർ സ്റ്റേഷനിൽ ഏതെങ്കിലും കാരണം മൂലം വൈദ്യുതി ഉൽപാദനം തടസ്സപ്പെട്ടാൽ ആ പവർ സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം വൈദ്യുതി മുടങ്ങുകയില്ലേ? ഈ പ്രശ്നം പരിഹരിക്കാനും ഇന്ന് മാർഗങ്ങളുണ്ട്. പവർ ഗ്രിഡ് എന്ന സംവിധാനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. നമ്മുടെ രാജ്യത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങളെയും വിതരണ സംവിധാനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് പവർ ഗ്രിഡ്. വലക്കണ്ണികൾ പോലെ ബന്ധിച്ചിരിക്കുന്ന ഈ ശൃംഖല മൂലം ഉൽപാദനത്തിലോ വിതരണത്തിലോ തടസ്സമുണ്ടായാലും മറ്റ് ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വൈദ്യുതി എത്തിക്കുവാൻ സാധിക്കും. പവർ കട്ട്, ലോഡ് ഷെഡിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഇവയുടെ അർത്ഥം? ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി തികയാതെ വരുമ്പോൾ ഏർപ്പെടുത്തുന്ന ക്രമീകരണമാണ് ഇവ. വ്യവസായശാലകൾക്ക് വൈദ്യുതോർജ്ജം ഒരു നിശ്ചിത അളവിലാണ് അനുവദിച്ചിരിക്കുന്നത്. വൈദ്യുതി തികയാതെ വരുമ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ അളവിന്റെ ഒരു നിശ്ചിത ശതമാനം അല്പകാലത്തേക്ക് കുറവ് വരുത്തുന്നതാണ് പവർ കട്ട്. ഡാമുകളിൽ വെള്ളം കുറയുമ്പോൾ എല്ലാ ജനറേറ്ററുകളും സാധാരണ പോലെ പ്രവർത്തിപ്പിക്കാനാവുകയില്ല. അപ്പോൾ എല്ലായിടത്തും വേണ്ടത്ര വൈദ്യുതി വിതരണം ചെയ്യാൻ തികയാതെ വരും. ഇത്തരം സന്ദർഭങ്ങളിൽ ഡാമിലെ വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമീകരിച്ച് ജനറേറ്ററുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കും. ഉൽപാദനത്തിൽ കുറവുണ്ടായാൽ പവർ വിതരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചില സ്ഥലങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം നിശ്ചിത സമയ ഇടവേളകളിലായി നിർത്തിവെക്കുന്നു. ഇപ്പോൾ വിതരണമുള്ള ഇടങ്ങളിൽ ആവശ്യത്തിന് പവർ ലഭ്യമാകും. ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയെ ഇങ്ങനെ നിയന്ത്രിച്ച് വിതരണം ചെയ്യുന്നതാണ് ലോഡ് ഷെഡിംഗ്. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ വൈദ്യുതി ഉപയോഗിക്കാവൂ. വൈദ്യുതി ഒട്ടും പാഴാക്കാതിരിക്കണമെന്ന് മനസ്സിലായില്ലേ? നാം സംരക്ഷിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിയും അമൂല്യമാണെന്ന് ഓർക്കണം. വൈദ്യുതി പാഴാക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
വൈദ്യുതി വിതരണം. 11 kV സബ്സ്റ്റേഷനിൽ നിന്നും എത്തുന്ന വൈദ്യുതിയെ വീടുകളിലേക്കുള്ള വിതരണത്തിനു വേണ്ടി 230 വോൾട്ടിലേക്ക് താഴ്ത്തുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഇത്. ഈ വിതരണ ട്രാൻസ്ഫോമറിലേക്ക് എത്ര ലൈനുകളിലൂടെയാണ് വൈദ്യുതി എത്തുന്നത്? 3 അല്ലേ? പുറത്തേക്ക് വരുന്നതോ 4 ലൈനുകൾ. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണ്ടേ? ഇതിന് ഡെൽറ്റ കണക്ഷനും സ്റ്റാർ കണക്ഷനും എന്താണെന്നറിയണം. ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് വൈദ്യുതി വിതരണം ചെയ്യുന്ന എല്ലാ ഘട്ടങ്ങളിലും ട്രാൻസ്ഫോമറുകളുടെ വൈൻഡിങ്ങുകൾ ഡെൽറ്റ കണക്ഷനിലായിരിക്കും. ഡെൽറ്റ കണക്ഷനിൽ കോയിലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നതിന്റെ മാതൃക കാണുന്നില്ലേ? ഈ രീതിയിൽ കോയിലുകൾ ബന്ധിപ്പിക്കുമ്പോൾ 3 ഫേസുകൾ മാത്രമേ ഉണ്ടായിരിക്കൂ. ന്യൂട്രൽ ഇല്ല. വൻകിട ചെറുകിട വ്യവസായശാലകൾക്ക് മാത്രം കണക്ഷൻ നൽകുന്ന ട്രാൻസ്ഫോമറുകളിലും പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഡെൽറ്റ വൈൻഡിങ്ങിലായിരിക്കും. ഒട്ടുമിക്ക മോട്ടോറുകൾക്കും ഡെൽറ്റ കണക്ഷൻ ആവശ്യമാണ്. മൂന്ന് കമ്പികൾ മാത്രം മതി എന്നതിനാൽ ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുതി പ്രേക്ഷണത്തിനും ഡെൽറ്റ കണക്ഷനാണ് ഉപയോഗിക്കുക. വിതരണ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വൈൻഡിംഗ് ഡെൽറ്റ കണക്ഷൻ ആയതിനാലാണ് 3 കമ്പികളിൽ വൈദ്യുതി എത്തുന്നത്. എന്നാൽ ഇതിന്റെ ഔട്ട്പുട്ട് വൈൻഡിംഗ് സ്റ്റാർ കണക്ഷൻ എന്ന മറ്റൊരു രീതിയിലാണ്. ഈ കണക്ഷന്റെ മാതൃക നോക്കൂ. സ്റ്റാർ കണക്ഷനിൽ 3 ഫേസും ഒരു ന്യൂട്രലുമുണ്ട്. ഇതിൽ നിന്ന് 230 വോൾട്ട്, 400 വോൾട്ട് എന്നീ 2 വ്യത്യസ്ത വോൾട്ടേജിൽ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയും. മൂന്ന് ഫേസ് ലൈനുകളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ബിന്ദുവിലെ പൊട്ടൻഷ്യൽ 0ആണ്. ഇതാണ് ന്യൂട്രൽ ലൈൻ. 2 ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 400 വോൾട്ട് ആണ്. ഡയഗ്രത്തിൽ കോൺ എ ആൻഡ് ബി സമം 1/2 ഗുണം 120 ഡിഗ്രി സമം 60 ഡിഗ്രി. 2 ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം സമം എ ബി. മട്ടത്രികോണം എ ഡി എൻ പരിഗണിച്ചാൽ സൈൻ 60 സമം എ ഡി ഭാഗം എ എൻ. എ ഡി സമം എ എൻ സൈൻ 60 സമം 230 ഗുണം √3 ഭാഗം 2. അതായത് എ ബി സമം 2 എ ഡി സമം 2 ഗുണം 230 ഗുണം √3 ഭാഗം 2 സമം 230 √3 സമം 230 ഗുണം 1.73 സമം 398.36. അതായത് ഏകദേശം 400 വോൾട്ട്. ഏതെങ്കിലും ഒരു ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആണ്. ഇതാണ് നമ്മുടെ വീടുകളിലേക്ക് സാധാരണയായി നൽകുന്ന വൈദ്യുതി. ഭൂമിയും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 0ആണ്. ഇനി നമുക്ക് വീടുകളിലെ വൈദ്യുതീകരണം എങ്ങനെയാണ് എന്ന് നോക്കാം. ശ്രേണി രീതിയിലും സമാന്തര രീതിയിലുമുള്ള കണക്ഷനുകൾ നോക്കൂ. ഇത് ശ്രേണി രീതിയിലുള്ള കണക്ഷനാണ്. ഇങ്ങനെ വൈദ്യുത ഉപകരണങ്ങളെ ഘടിപ്പിക്കുമ്പോൾ ഉപകരണങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ലൈനിലെ ആകെ പ്രതിരോധം കൂടും. എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടത ലഭിക്കുകയില്ല. മാത്രമല്ല ആവശ്യത്തിന് കറണ്ട് കിട്ടുകയുമില്ല. ഓരോ ഉപകരണവും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കുവാനും സാധിക്കുകയില്ല. ഇനി സമാന്തര രീതിയിലുള്ള കണക്ഷൻ നോക്കൂ. ഈ സംവിധാനമാണ് നമ്മുടെ വീടുകളിലെ വൈദ്യുതീകരണത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? എല്ലാ ഉപകരണങ്ങളിലും ഒരേ വോൾട്ടത ലഭിക്കും. ഓരോ ഉപകരണത്തെയും സ്വിച്ച് ഉപയോഗിച്ച് പ്രത്യേകം നിയന്ത്രിക്കാം. രേഖപ്പെടുത്തിയ പവർ അനുസരിച്ച് തന്നെ ഉപകരണം പ്രവർത്തിക്കും. ഒരു ഗൃഹവൈദ്യുതീകരണത്തിന്റെ മാതൃകയാണ് ഇത്. ലൈനിൽ നിന്നും വരുന്ന ഫേസ് ലൈൻ അഥവാ ലൈവ് ലൈനും ന്യൂട്രൽ ലൈനും
ആദ്യം വാട്ട് അവർ മീറ്ററിലാണ് ഘടിപ്പിക്കുന്നത്. ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം അളക്കുന്ന ഉപകരണമാണിത്. തുടർന്ന് ഫേസ് ലൈൻ മെയിൻ ഫ്യൂസിലെത്തും. അതിനുശേഷം ന്യൂട്രൽ ലൈൻ വാട്ട് അവർ മീറ്ററിൽ നിന്നും നേരിട്ടും ലൈവ് ലൈൻ മെയിൻ ഫ്യൂസിൽ നിന്നും മെയിൻ സ്വിച്ചിലേക്ക് ഘടിപ്പിക്കുന്നു. ഇവിടെ 2 ലൈനിനും ഫ്യൂസുകളുണ്ട്. വീടിനുള്ളിലേക്കുള്ള മുഴുവൻ വൈദ്യുതി പ്രവാഹവും നിയന്ത്രിക്കുന്നതിനാണ് മെയിൻ സ്വിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. വാട്ട് അവർ മീറ്ററിൽ നിന്നും മെയിൻ സ്വിച്ചിൽ നിന്നും എർത്ത് കണക്ഷൻ ഉണ്ടാവും. തുടർന്ന് പ്രധാന സർക്യൂട്ട് ബ്രേക്കറിലൂടെ കടന്ന് ലഘു സർക്യൂട്ട് ബ്രേക്കിംഗ് വിതരണ ബോർഡ് അഥവാ MCB ബോർഡിൽ കണക്ഷൻ എത്തും. ഇവിടെ നിന്നും പല ശാഖകളായി വീടിന്റെ പല മുറികളിലേക്കും നിലകളിലേക്കുമൊക്കെ കണക്ഷനുകൾ പോകുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു മുറിയിലെ സ്വിച്ച് ബോർഡിൽ എത്തുന്ന വൈദ്യുതി കണക്ഷൻ എങ്ങനെയാണ് സമാന്തരമായി ഘടിപ്പിക്കുന്നത് എന്ന് നോക്കൂ. ഇസ്തിരിപ്പെട്ടി പോലുള്ള ചില വൈദ്യുതി ഉപകരണങ്ങളിൽ 3 പിൻ പ്ലഗുകളാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ സുരക്ഷയ്ക്കു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3 പിൻ പ്ലഗിലെ എർത്ത് പിന്നിന് വണ്ണവും നീളവും കൂടുതലായിരിക്കും. സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ ആദ്യം സമ്പർക്കത്തിൽ വരികയും ഊരുമ്പോൾ അവസാനം ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുവാനാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇൻസുലേഷൻ തകരാറു മൂലം ഒരു ഉപകരണത്തിന്റെ ലോഹ ചട്ടക്കൂട് ഫേസ് ലൈനുമായി സമ്പർക്കത്തിൽ വന്നാൽ അതിൽ സ്പർശിക്കുന്ന ആൾക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാനാണ് 3 പിൻ പ്ലഗ് സംവിധാനം ഉപയോഗിക്കുന്നത്. ചട്ടക്കൂടിൽ വൈദ്യുതി സമ്പർക്കം ഉണ്ടായാൽ ആ വൈദ്യുതി എർത്ത് പിൻ വഴി ഭൂമിയിലേക്ക് ഒഴുകും. ഈ പാതയ്ക്ക് ആകെയുള്ള പ്രതിരോധം കുറവായതിനാൽ ഭൂമിയിലേക്കുള്ള വൈദ്യുതി ഒഴുക്കിന്റെ തീവ്രത കൂടും. ഇപ്പോൾ ഫ്യൂസ് വയറിൽ ഉണ്ടാകുന്ന താപം വർദ്ധിക്കുകയും ഫ്യൂസ് വയർ ഉരുകി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ സുരക്ഷ ഉറപ്പാക്കാം. ശരിയായ ഫ്യൂസുകളും ശരിയായ എർത്തിങ്ങും എത്ര പ്രധാനമാണെന്ന് മനസ്സിലായില്ലേ? കിലോവാട്ട് അവറിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്. 1 കിലോവാട്ട് അവറിനെ 1 യൂണിറ്റ് എന്നാണ് പറയുന്നത്. 1000 വാട്ട് അഥവാ 1 കിലോവാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു.